നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ നിന്ന് കയറി വരുന്ന ലിവിംഗ് സ്പേസിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നിട്ടുള്ളത്. നല്ലൊരു ടെക്സ്ചറിൻ്റെ ഭാഗം കാണാം. മാത്രമല്ല ഇവിടെ പെർഗോളാസ് വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ഒക്കെ വുഡിൻ്റെ ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കൊടുക്കാനുള്ള സ്പേസ് ആയിട്ട് മാറ്റിയെടുക്കാം. ഈ ഡബിൾ ഹൈറ്റിന് 3 സൈഡാണ് ഓപ്പണിംഗ് വന്നത്. ഒന്ന് ലിവിംഗിൽ നിന്നും, പിന്നെ ഒന്ന് കോറിഡോറിൽ നിന്നും, പിന്നെ ഒന്ന് ബാൽക്കണിയിൽ നിന്നുമാണ് ഇതിന് ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ ലിവിംഗ് സ്പേസിലേക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു എയർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഡബിൾ ഹൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് കിഴക്കമ്പലത്താണ്. 2020 പഞ്ചായത്തും കൂടിയാണ്. എറണാകുളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. 2.5 ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 5 മീറ്റർ വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സോളാർ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വില്ല ഒരുക്കിയിട്ടുള്ളത്. 4 സെൻറ്റ് 350 ലിങ്സും വരുന്ന ഭൂമിയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂണിറ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റായി കൊടുത്ത് ഭംഗിയായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് ബാക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്നും എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനോഹരമായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ടെക്സ്റ്റ് വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. 5 മീറ്റർ വൈഡ് റോഡ് വരുന്നുണ്ട്. സോളാർ ലൈറ്റുകളൊക്കെ കൊടുത്താണ് വില്ല ഒരുക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ മതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നേരെ കോമ്പൗണ്ടിലേക്ക് വരാം. സ്ക്വയർ ട്യൂബിൻ്റെ ഗേറ്റാണ് വന്നുള്ളത്. അതിൽ ഡിസൈനും CNC കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം, ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. നേരെ നമ്മൾ പോർച്ചിനകത്തേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പോർച്ചിനകത്താണ് നിൽക്കുന്നത്. വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വന്നുള്ളത്. ഈ വശം വരുന്നത് വടക്ക് വശമാണ്. വടക്ക് വശത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലും പെബിൾസും ഒക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വരാം. ഒരു വാഹനവും കൂടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഹനവും കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ല് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ടേബിൾസൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല കിണറാണ് കിട്ടിയിട്ടുള്ളത്. ഭംഗിയായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പെബിൾസ് വിരിച്ചിട്ടുണ്ട്. നടക്കാവുന്ന എല്ലാ ഭാഗത്തും പെബിൾസ് വിരിച്ച് കടപ്പാക്കല്ലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ബാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഈ അറ്റം വരെ നല്ല രീതിയിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് വരാം. സിംഗിൾ ഡോറാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഡോറ് മനോഹരമായിട്ട് ചേർന്ന നല്ല ഗേജുള്ള ഡോറ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലാണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഭംഗിയായിട്ട് അതിനെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇതിന് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും വിൻഡോസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. വുഡിൻ്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് ഒരു ഡബിൾ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ധാരാളം സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിലാണ് ഡബിൾ ഹൈറ്റ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വശം വരുന്ന വടക്ക് വശമാണ്. പാനൽ ചെയ്തിട്ടുണ്ട്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടറും കിട്ടിയിട്ടിട്ട് മനോഹരമായിട്ട് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടാണ് പാനൽ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസാണ് ഈ കാണുന്നത്. അതും
നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് വരുന്ന ടെക്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ചേർന്നത്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേണിൽ മാറ്റം കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. മനോഹരമായിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. യഥേഷ്ടം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കബോർഡ് ചെയ്ത് ഭംഗിയാക്കിയാണ് വെച്ചിട്ടുള്ളത്. താഴെ ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇത് കിഴക്ക് ഭാഗവും ഇത് വടക്ക് ഭാഗമാണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹൂബൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രിഡ്ജ് വെക്കേണ്ട സ്പേസ് ഇതിങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ മേലെയായിട്ടും നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വർക്ക് ഏരിയയിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ വർക്ക് ഏരിയയിലാണ്. ഫുള്ള് ടൈലൊട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. 2 സൈഡ് ഗ്രില്ല് വെക്കാനുണ്ട്. നമ്പറിങ് ആയതിനു ശേഷം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്കൊരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ട് സിങ്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായുള്ളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മിറർ വരുന്നതും LED മിറർ തന്നെയാണ്. പിന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ വാഷ് ഏരിയ ഒരുക്കി കഴിഞ്ഞു. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഈ കാണുന്നതാണ് DB യൂണിറ്റ്. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നു. ഇതിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്. 10 അടി വീതി വരുന്നുണ്ട്. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ജാഗോറിൻ്റെ ഡൈവേർട്ടറാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ട് അവിടെയായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഹീറ്റിൻ്റെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോറാണ് വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം വരുന്നുണ്ട്. 11 അടി വീതിയും വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം മേലെ ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ജനലുകളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നേരെ ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിന് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ജാഗോറിൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടറും വാഷ് ബേസിനും ലൈറ്റും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബാത്റൂമിലും ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എക്സോസ്റ്റും വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല് ഭിത്തി മാറ്റ് തന്നെയാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന ആ ഡൈനിങ്ങിനോട് ചേർന്നതിനായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന ഭിത്തിയുടെ മേലെയായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അത് നല്ല രീതിയിൽ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ വരുന്നത് ഫുള്ള് ടൈലാണ്. അത് മാറ്റ് വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ് വന്നുള്ളത്. വുഡിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. കയറുന്ന ഭാഗത്തെല്ലാം നമുക്ക് ചെടികൾ വെക്കാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വെക്കാനായിട്ടുള്ളൊരു നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കയറാം. വുഡിൻ്റെ ടൈലാണ് വന്നുള്ളത്. വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ്. അപ്പോൾ നല്ല ഭംഗിയിലാണ് സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കൊടുക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TV യൂണിറ്റിലേക്ക് നമുക്ക് നോട്ടം കിട്ടും. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങനെ അതായത് കോറിഡോർ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് ആണ് വന്നുള്ളത്. വുഡിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഹൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രമല്ല ഇവിടെ നിന്ന് വരുന്ന വിൻഡോസിൻ്റെ ലൈറ്റും നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെയും സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വശത്തും ബാൽക്കണിയുടെ സ്പേസ് പോകുന്നുണ്ട്. അവിടെയായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനായി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയാവുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. നേരെ ബെഡ്റൂമിലേക്ക് വരാം.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. 14 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ജനലുകളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇനി ഒരു മിററും കൂടി വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടുകയും ചെയ്യും. നേരെ ബാത്റൂമിലേക്ക് വരാം. 3-വേ മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ് വന്നിട്ടത്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഏകദേശം 12.5 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഭംഗിയായിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ്, നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ തന്നെയാണ്. പിന്നെ മിറർ, ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ വിരിച്ചിട്ടുള്ളത്. ഭിത്തിയും മാറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. നല്ല ടൈൽ പാറ്റേൺ ആണ്. മാത്രമല്ല ഇവിടെ ആയിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്, പവർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ട് അലക്കി വിരിച്ച് തന്നെയായിട്ട് മേലേക്ക് പോവുകയും ചെയ്യാം. ഓപ്പൺ ടെറസ് ഏരിയ മേലെയാണ്. ഇങ്ങനെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. ഹാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ഡ്രസ് ഏരിയ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അനുദിനം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാക്കനാട്. കാക്കനാടിനോട് ചേർന്ന് വരുന്ന എല്ലാ സ്ഥലങ്ങളും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലം കൂടിയാണ് കിഴക്കമ്പലം. 2020 എന്ന പ്രസ്ഥാനം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതും കൂടിയാണ്. അപ്പോൾ അവിടെയായിട്ട് എറണാകുളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വലിയൊരു വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റും 350 ലിങ്സും വരുന്ന ഭൂമിയിൽ 2300ഓളം സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളും ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.